ഇപ്പോൾ സമയം വൈകിട്ട് 7:30. ഈ വ്യാഴാഴ്ച ദിവസം കണ്ണൂർ RT ഓഫീസിലാണ് ഞങ്ങളുള്ളത്. വൈകിട്ട് 5 മണിക്ക് ഈ ഓഫീസിൻ്റെ പ്രവർത്തനം അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയിലും ഈ ഓഫീസ് പ്രവർത്തിക്കുകയാണ്. മുഴുവൻ ജീവനക്കാരും ഇന്ന് സജീവമായി തന്നെ കണ്ണൂർ RT ഓഫീസിലുണ്ട്. നമ്മൾ പലവിധ സമരങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പണിമുടക്കിയുള്ള സമരങ്ങളാണ് നമുക്ക് പരിചിതം. എന്നാൽ അധിക സമയം ജോലി ചെയ്ത് സമരം നടത്തുകയാണ് ഈ ജീവനക്കാർ. വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ അധികം ജോലി ചെയ്തും കഴിയും എന്ന് തെളിയിക്കുകയാണ് ഈ ജീവനക്കാർ. KMVDSൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ സൂചകമായുള്ള ഈ അധിക സമയ ജോലി. സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു വള്ളിയത്ത് എന്താണ് ഈ സമരത്തിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സമരം നടത്തേണ്ടി വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബൈജു വള്ളിയത്ത് നമ്മളോട് പറയും. എന്താണ് നിങ്ങളിങ്ങനെ അധിക സമയം ജോലി ചെയ്യാനുള്ള കാരണം? കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാർ ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം, നമ്മുടെ പ്രൊമോഷൻ. മിനിസ്റ്റീരിയൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നാമമാത്രമായ പ്രൊമോഷൻ സാധ്യതകൾ മാത്രമേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൂ. ആ ആനുകൂല്യമാണ് ഇപ്പോൾ ഒരു ഗവൺമെൻറ് നമ്മളുടെ ടെക്നിക്കൽ വിഭാഗം ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ ആനുകൂല്യം ലഭിക്കുന്നത് 2:1 എന്ന് പറയുന്ന അനുപാതത്തിൽ നമ്മുടെ SS-മാർ പ്രൊമോഷനായി ജോയിൻ്റ് RT പ്രൊമോഷൻ നേടുകയാണ്. ആ പ്രൊമോഷനാണ് ഇപ്പോൾ നമ്മുടെ ടെക്നിക്കൽ വിഭാഗം ജീവനക്കാർക്ക് സർക്കാർ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഈ ജോയിൻ്റ് RT പ്രൊമോഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് മിനിസ്റ്റീരിയൽ ജീവനക്കാരിൽ HA-മാർ മുതൽ JS-മാർ അതുപോലെ തന്നെ SS-മാർ ഉൾപ്പെടെയുള്ളവർ ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് ഡിപ്ലോമ കോഴ്സുകൾ ചേരുകയും അങ്ങനെ ഡിപ്ലോമ കോഴ്സുകൾ എടുത്ത ഏകദേശം 70ഓളം ജീവനക്കാർ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ അവരെല്ലാവരും ക്വാളിഫൈഡ് ആയിട്ട് വരുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വീണ്ടും ഒരു ഭേദഗതി വരികയാണ്. ഈ റേഷ്യോ അട്ടിമറിക്കുകയാണ്. 2:1 2 MBA-മാർ ജോയിൻ്റ് RT ആകുമ്പോൾ അതിൽ ഒരാളാണ് SS-മാരിൽ നിന്നും ജോയിൻ്റ് RT ആകുന്നത്. ആ ആനുകൂല്യം നിഷേധിച്ചുകൊണ്ട് ഇനി ക്വാളിഫിക്കേഷൻ നേടിയ മിനിസ്റ്റീരിയൽ ജീവനക്കാരായ ആൾക്കാർ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടായാലും അവർക്കും ജോയിൻ്റ് RT ആകാൻ പറ്റാത്ത രീതിയിൽ അതിനെ 8:1 എന്ന രീതിയിലേക്ക് ഈ റേഷ്യോ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വേറിട്ട രീതിയിലുള്ള ഒരു പ്രതിഷേധം കേരളത്തിലെ മുഴുവൻ മിനിസ്റ്റീരിയൽ ജീവനക്കാരും സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ RT ഓഫീസുകളിലും ഇന്ന് എല്ലാ ജീവനക്കാരും, മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ജീവനക്കാരും വൈകുന്നേരം 5 മണി തൊട്ടിട്ട് രാത്രി 8 മണി വരെ അധിക ജോലി ചെയ്തുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നമ്മളുടെ ആനുകൂല്യങ്ങൾ തിരിച്ചു കിട്ടുന്നതുവരെ നമ്മൾ ഇനിയും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാധാരണ പണിമുടക്കിയുള്ള ഒരു സമരങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പണിമുടക്കാതെ ഇങ്ങനെ അധികം ജോലി ചെയ്ത് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കാൻ ഉണ്ടായ കാരണം എന്താണ്? ഞങ്ങൾ ഇതിലൂടെ കാണുന്നത് നമ്മളുടെ അധിക ജോലി ഭാരം നമുക്ക് ഒരുപാടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ജോലി ഭാരത്തിന് അനുപാതികമായിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ നമുക്കില്ല. അപ്പം ആയിരക്കണക്കിന് വണ്ടികൾ, ലക്ഷക്കണക്കിന് വണ്ടികൾ ഓരോ ദിവസവും കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. അത്രയും വണ്ടികളുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന മിനിസ്റ്റീരിയൽ ജീവനക്കാർ കേരളത്തിലെ വരുമാനത്തിൻ്റെ, സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ ഒരു സിംഹഭാഗമെന്ന് തന്നെ പറയാവുന്നത് നേടിക്കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. ഇത്രയും മരിച്ചു പണിയെടുക്കുന്ന നമ്മുടെ ജീവനക്കാർക്ക് അവരുടെ തൊഴിലിന് അവർക്ക് കിട്ടുന്ന നാമമാത്രമായ ഒരു പ്രൊമോഷൻ
സാധ്യതകൾ നിഷേധിച്ചതിനെതിരെ നമ്മൾ ഒരു വേറിട്ട സമരം പണി മുടക്കിയിട്ട് സർക്കാരിനും അല്ലെങ്കിൽ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നമ്മൾ വീണ്ടും കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്ന് സർക്കാരിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു വേറിട്ട സമരം. ഈ സമരം സർക്കാർ കാണും എന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും സർക്കാർ അത്തരത്തിലുള്ള നമ്മുടെ തൊഴിലാളികളുടെ പ്രയാസങ്ങൾ കാണുന്ന ഒരു സർക്കാർ തന്നെയാണ്. നമുക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രശ്നങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമെന്നും നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അങ്ങനെ ഒരു സംഘടന രാഷ്ട്രീയമായ ഒരു സമരമല്ല ഇത്. അല്ല നമ്മൾ ഈ പിന്നെ നമ്മുടെ ഈ KMVDS എന്ന സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട്. അപ്പം NGO യൂണിയൻ ആയാലും അസോസിയേഷൻ ആയാലും സംഘമായാലും മറ്റെല്ലാ സംഘടനയിൽപ്പെട്ട മെമ്പേഴ്സാണ് ഇന്നിവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഇവിടെ ഈ ഓഫീസിലല്ല, കണ്ണൂർ ജില്ലയിലെ മറ്റ് സബ് ഓഫീസുകളിലും ഇതുപോലെ സമരങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മൊത്തം ഓഫീസുകളിലും സമരങ്ങൾ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കണ്ണൂർ RTO ഓഫീസിൻ്റെ പ്രവർത്തനം, അതായത് 3 മണിക്കൂർ അധികം ജോലി ചെയ്തുകൊണ്ടാണ് ഈ ജീവനക്കാർ തങ്ങളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു ആവശ്യം സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഈ സമരം എന്നാണ് ഈ ബൈജു വള്ളിയത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക എന്നതല്ല ലക്ഷ്യം. വലിയ രീതിയിൽ ഒരു ജോലി ഭാരം എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഈ ഓഫീസിൻ്റെയൊക്കെ പ്രവർത്തനമുള്ളത്. അതിനിടയിൽ നാമമാത്രമായി ലഭിക്കുന്ന പ്രൊമോഷൻ പോലും ഈ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഇല്ലാതെ പോകുന്ന തരത്തിലുള്ള ഒരു സ്റ്റാഫ് പാറ്റേൺ 8:1 എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും കണ്ണൂർ RTO ഓഫീസിൻ്റെ പ്രവർത്തനം സ്ത്രീ വനിതാ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ജോലി ചെയ്യുകയാണ്. അധിക ജോലി എടുത്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ പെടുത്തുന്നത്. സംസ്ഥാനത്തെ എല്ലാ RTO ഓഫീസുകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു പ്രതിഷേധം എന്ന രീതിയിൽ അധികം ജോലി ചെയ്ത് ഈ പ്രതിഷേധിക്കുന്ന ഈ സമരം വേറിട്ട ഒരു സമരം. ആ സമരം സർക്കാർ കാണും എന്ന് തന്നെയാണ് അവരുടെ ഈ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ രാത്രിയായി എത്തുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവില്ലേ? അതെന്തായാലും ഉണ്ടാവില്ലേ നമ്മൾ ലേഡീസിന്. അതിപ്പോൾ എപ്പോഴായാലും നമ്മൾ എന്തായാലും അധികം ജോലി ചെയ്യാൻ അതിന് നിങ്ങൾ വനിതാ ജീവനക്കാരും അതിനോടൊപ്പം ചേരുകയാണ് ചെയ്തത്. ഈ അന്യായത്തോട് നമ്മൾ യോജിക്കുന്നു. കാരണം ഇത് ശരിയാവില്ലല്ലോ. എന്തായാലും നമ്മൾ ഇപ്പം ഞങ്ങളൊക്കെ പ്രായമായി, നമ്മളിപ്പോൾ റിട്ടയർമെൻ്റ് അടുത്തു. പക്ഷേ ചെറുപ്പക്കാരായ ജീവനക്കാർ വരുമ്പോഴേ അവർക്ക് പ്രൊമോഷൻ വേണമല്ലോ. അവർക്കും കൂടിയുള്ള സമരമാണ്. അതെ, അത് തീർച്ചയായും അത് തന്നെയാണ്. ഞാനിപ്പോൾ അടുത്ത വർഷം റിട്ടയർ ചെയ്യേണ്ട ആളാണ്. പക്ഷേ ഇപ്പം അടുത്ത് വരുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് പ്രൊമോഷൻ അത്യാവശ്യമല്ലേ. ഇപ്പം 25-30 വയസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ഇപ്പോൾ പെൻഷൻ പ്രായം 60 വയസ്സായ സ്ഥിതിക്ക് അവർക്ക് പ്രൊമോഷൻ സാധ്യതയില്ല. അവർ ക്ലർക്കായി തന്നെ റിട്ടയർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പം ഞാൻ തന്നെ 10 വർഷത്തിന് മേലെയായി സീനിയർ ക്ലർക്കായിട്ട്. ഇതുവരെ HO പ്രൊമോഷനിൽ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ പ്രൊമോഷൻ ആവുകയില്ല. ഈ അവസ്ഥയിലാണെങ്കിൽ 200 ആളോ മറ്റോ എനിക്ക് മുന്നിലുണ്ട്. വലിയ പ്രയാസമാണ്. ഞാൻ എന്തായാലും പ്രൊമോഷൻ ആവില്ല. പക്ഷേ അതുപോലെ പുതിയ കുട്ടികളും അങ്ങനെ ആകുമ്പോൾ 10-30 വർഷം 35 വർഷം ക്ലർക്കായിരുന്ന് റിട്ടയർ ചെയ്യാന്ന് പറയുമ്പം അത് വലിയൊരു വിഷമമുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പ്രൊമോഷൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊമോഷൻ സാധ്യത കൂടുതലാണ്. എന്തായാലും അധിക ജോലി എന്നുള്ളത് ഒരു സമരം മുറയായി വരികയാണ്. നമ്മൾ അധികം പരിചിതമല്ലാത്ത ഒരു സമരമാണ് ഈ അധിക ജോലി എന്നുള്ളത്. അതാണിപ്പോൾ ഇവിടെ ഈ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അംഗങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. മോട്ടോർ വാഹന വകുപ്പിൽ ജോയിൻ്റ് RTO തസ്തികയിലേക്കുള്ള പ്രൊമോഷൻ അനുപാതം 2:1 എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ 8:1 എന്ന നിലയിലേക്ക് പരിഷ്കരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മോട്ടോർ വാഹന വകുപ്പിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാർ ഇന്ന് അധിക ജോലി ചെയ്ത് സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുന്നത്. അത് നമുക്ക് സീറ്റുകളിൽ കാണാം. എല്ലാ ജീവനക്കാരും ആ സമരത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ സംഘടനയിൽപ്പെട്ട ജീവനക്കാരും ഇതിൻ്റെ സമരത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ സർക്കാർ കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഈ ജീവനക്കാർ, ഇപ്പോൾ നമ്മുടെ ഈ വനിതാ ജീവനക്കാരി ഉൾപ്പെടെ പറഞ്ഞത് 30 വർഷമായിട്ടും ജോലി ചെയ്തിട്ടും പ്രൊമോഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് വലിയ കഷ്ടം തന്നെയാണ്. അത് സർക്കാർ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ ജീവനക്കാർക്കുണ്ടാകുന്നത് ശരിയല്ല. ആ പ്രശ്നത്തിൽ സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകട്ടെ. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന മന്ത്രിയാണ് KB ഗണേഷ് കുമാർ എന്നുള്ളത്. അദ്ദേഹത്തിന് ഇവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയട്ടെ, ഇടപെടൽ ഉണ്ടാകട്ടെ എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. കണ്ണൂർ RTO ഓഫീസിൽ നിന്നും നവീൻ എക്കോട്ടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.